ഈ ചടങ്ങ് ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നിതീഷ് ഒന്നുണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ജനപങ്കാളിത്തത്തിൻ്റെ കുറവാണ് സൂചിപ്പിച്ചത്. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ പോലും ജനപങ്കാളിത്തമില്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധമായിരിക്കാം ഈ പരിപാടിയിലേക്ക് എല്ലാ മെമ്പർമാരും എല്ലാ വാർഡിൽ നിന്നും ജനങ്ങളെ ക്ഷണിച്ചിട്ടും ഇത്ര ശുഷ്കമായൊരു സദസ്സ് ഇവിടെ ലഭ്യമാക്കാനുള്ള പ്രധാന കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ സൂചിപ്പിച്ചു. പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അച്ചടി മഷി പുരണ്ടില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ആ കാര്യം സൂചിപ്പിക്കാനുള്ളത് പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിലെ 22 വാർഡുകളിലെയും ജനങ്ങളുടെ ഹൃദയത്തിലാണ് അച്ചടി മഷി പുരണ്ടത് എന്നതാണ് വസ്തുതാപരമായ കാര്യം എന്ന് ഞാൻ ഇത്തരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കാറുണ്ട്. ഹരിതകർമ്മസേനയായാലും ശരി, ലൈഫ് മിഷനായാലും ശരി, മറ്റെന്ത് കാര്യങ്ങളായാലും ശരി. പക്ഷേ പ്രഖ്യാപനം എന്ന ഒരു കർത്തവ്യം മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്നത്. അതിൻ്റെ നടത്തിപ്പും അതിൻ്റെ സാമ്പത്തികവും ഒക്കെ നൽകുന്നത് ഗ്രാമപഞ്ചായത്തുകളാണ്. ഏറ്റവും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ലൈഫ് മിഷൻ സംസ്ഥാന സർക്കാർ വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് 5 ലക്ഷം 4 ലക്ഷം വീടുകൾ നൽകി എന്ന് കൊട്ടിഘോഷിച്ച് നടത്തുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. നമ്മുടെ പഞ്ചായത്തിൽ 418 കുടുംബങ്ങൾക്കാണ് ലൈഫ് മിഷനിലൂടെ വീട് നൽകിയിട്ടുള്ളത്. 2017 മുതൽ 2025 വരെയുള്ള ഒരു കാലഘട്ടം, നീണ്ടൊരു കാലഘട്ടം. ഞങ്ങൾ 2010 മുതൽ 15 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഭരണസഭ അന്ന് 1116 ആളുകൾക്ക് ഭവന പദ്ധതി നൽകിയിരുന്നു. ഈ ഗവൺമെൻറ് ലൈഫ് മിഷൻ പദ്ധതി എല്ലാം കൂടി ഒരു കുടക്കീയിലേക്ക് കൊണ്ടുവന്നു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു മാസ്റ്റർ പദ്ധതിയായി പ്രഖ്യാപിച്ച ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് 418 വീടുകൾ മാത്രമാണ് ഈ കൊല്ലത്തിനിടയ്ക്ക് 7 കൊല്ലത്തിനിടയ്ക്ക് നമുക്ക് നൽകാൻ സാധ്യമായത്. അതിൽ തന്നെ ഒരുപാട് അർഹതപ്പെട്ട ആളുകൾ പുറത്തു നിൽക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ് ഇന്ദിരാ ആവാസ് യോജന പദ്ധതി പ്രകാരമുള്ള 75,000 രൂപ അടക്കം ആ ഒരു വീടിന് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്നത് 1 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഈ പഞ്ചായത്തിൽ ഈ 418 വീടുകൾക്ക് ചെലവ് വരുന്നത് 16,76 ലക്ഷം രൂപയാണ് എങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതമായി അതിലേക്ക് കിട്ടുന്നത് 4,19,20,000 രൂപ മാത്രമാണ്. ബാക്കി 12,57,000 രൂപയും നമ്മുടെ ഗ്രാമപഞ്ചായത്താണ് നൽകുന്നത് എന്ന് ഈ തരത്തിൽ പറയാൻ ആഗ്രഹിക്കാം. എന്നിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് 12 ലക്ഷം രൂപ വകയിരുത്തിയ 12 കോടി, ആ 16 കോടിയിൽ 12 കോടി, അതായത് അതിൻ്റെ ഒരു 80-85% വകയിരുത്തുന്നത് ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വീതമായി 80,000 രൂപയും ബാങ്ക് ലോണായി 2,25,000 രൂപയും. ആ ബാങ്ക് ലോൺ കൃത്യമായി പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നാണ് അടച്ചു പോകുന്നത്. അപ്പോൾ കേവലം 1 ലക്ഷം രൂപ മാത്രം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നൽകുന്ന പദ്ധതിയെ 4 ലക്ഷം നൽകുന്ന പദ്ധതിയിൽ 1 ലക്ഷം മാത്രം നൽകിക്കൊണ്ട് അത് സംസ്ഥാന ഗവൺമെൻറ് പദ്ധതിയായി പരിവർത്തിക്കുകയും അതിൻ്റെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഫണ്ടുകൾ നൽകുന്ന ഗ്രാമപഞ്ചായത്തിനെ പിന്നോട്ട് അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും പറയാൻ സാധിക്കും, ലൈഫ് മിഷൻ പദ്ധതി ഓരോ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫണ്ടുകൾ ഉപയോഗിച്ച് നടത്തുന്ന പദ്ധതിയാണ്. അതിനാൽ തന്നെ അത് ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയാണെന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. 418 കുടുംബങ്ങൾക്കെങ്കിലും വീടുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമായി. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാനപരമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരാശരി 6-6.5 കോടി രൂപ ഓരോ വർഷവും റോഡ് വികസനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന പഞ്ചായത്താണ് നമ്മുടേത്. അങ്ങനെ വരുമ്പം ഒരു 30-35 കോടി രൂപ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ അടിസ്ഥാന വികസനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട അത് നടപ്പിലാക്കിയ ഒരു പഞ്ചായത്താണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആരോഗ്യമേഖല സൂചിപ്പിച്ചു, ഉപകേന്ദ്രങ്ങളെ വെൽനസ് സെൻ്ററാക്കി പ്രഖ്യാപിച്ചപ്പോൾ ആ വെൽനസ് സെൻ്ററുകൾ ഇപ്പോൾ കരിപ്പൂരിൽ ഏറ്റവും മനോഹരമായൊരു വെൽനസ് സെൻ്റർ 40-40 ലക്ഷം രൂപയുടെ വലിയ മനോഹരമായൊരു വെൽനസ് സെൻ്റർ സ്ഥാപിക്കാൻ പഞ്ചായത്തിന് സാധ്യമായി. അതുപോലെയുള്ള പുൽപ്പറമ്പ്, കാരാളിപ്പുര, വെണ്ണായൂർ അടക്കമുള്ള പുത്തൂർപ്പള്ളിക്കൽ അടക്കമുള്ള വെൽനസ് സെൻ്ററുകളെ നല്ല കേന്ദ്രങ്ങളാക്കി മാറ്റാനും അവിടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും ഗ്രാമപഞ്ചായത്തിന് സാധ്യമായി. അപ്പോൾ എന്താണ് ഈ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ തങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ
തനതായ പ്രവർത്തനങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്ത് മുന്നോട്ട് പോയിട്ടത്. പ്രിയപ്പെട്ട അമീതാക്ക സ്റ്റാൻഡിംഗ് ചെയർമാനായ ശാസ്ത്ര വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയ വലിയ ഒരു മുന്നേറ്റം, അതാണ് പിന്നീട് ജില്ലാ മിഷൻ അതിനൊരു മാതൃക പ്രൊജക്റ്റാക്കി മാറ്റിയുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ ഗവൺമെൻറ് സ്കൂളുകൾക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ അടക്കമുള്ള ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് നമ്മുടെ വിദ്യാലയത്തെ നയിക്കാൻ, നമ്മുടെ ഈ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങൾ നയിക്കാൻ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് സാധ്യമായി എന്നൊരു നേട്ടം നമുക്ക് അഭിമാനപൂർവ്വം തന്നെ പറയാൻ സാധിക്കും. അങ്ങനെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ ഒരുപാട് മികവുറ്റ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യമായ ഒരു ഭരണസമിതിയാണ് ഇന്ന് ഈ പരിപാടി നടത്തുന്നത് എന്നത് നമുക്ക് അഭിമാനത്തോടു കൂടി സൂചിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ ഒരുപാട് ഫണ്ടുകൾ നമുക്ക് ഓരോ വർഷവും ഫണ്ടുകൾ പ്ലാൻ ഫണ്ടുകളായിട്ടും അതുപോലെ തന്നെ മറ്റു ഫണ്ടുകളായിട്ടും ഒക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓരോ ഗഡുക്കളെ 3 ഗഡുക്കളായി നൽകേണ്ട തുക ആദ്യത്തെ ഗഡു സംസ്ഥാന ഗവൺമെൻറ് നൽകിയാൽ പിന്നത്തെ 2 ഗഡു ലഭ്യമാവണമെങ്കിൽ വളരെ പ്രയാസം അനുഭവിക്കേണ്ടി വരും. കഴിഞ്ഞ വർഷം അവസാന ഗഡു തുക കിട്ടുന്നത് മാർച്ച് മാസത്തിലാണ്. മാർച്ച് മാസത്തിൽ അവസാനത്തെ ഗഡു തുക ലഭിച്ചാൽ അത് ചെലവഴിക്കപ്പെടാൻ സാധ്യമല്ലാത്ത രീതിയിൽ ട്രഷറി ബാനും മറ്റുമൊക്കെ ഉണ്ടായതോടുകൂടി ലക്ഷക്കണക്കിന് രൂപയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും 24-25 അങ്ങനെ വന്ന തുക 25-26 ക്യാരി ഓവറായി അനുവദിക്കാറുണ്ട്. മുമ്പത്തെ ഗവൺമെൻറ്റുകളൊക്കെ അതിന് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സർക്കാർ അത് ക്യാരി ഓവർ അനുവദിക്കാതെ ഈ വർഷത്തെ തുകയിൽ നിന്ന് അത് ഇളവ് എടുക്കാനാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ സാമ്പത്തികമായും പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തെ മന്ദീഭവിക്കുന്ന പ്രവർത്തനമാണ് സ്വാഭാവികമായും സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ട്. അപ്പോൾ ജനങ്ങളുടെ പഞ്ചായത്താണ്. നമുക്ക് ലഭ്യമാകേണ്ട തുക ലഭ്യമാക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. ആ സംസ്ഥാന ഗവൺമെൻറ് ബജറ്റിൽ അനുവദിച്ച തുക പോലും വെട്ടിക്കുറക്കുന്ന സാഹചര്യമുണ്ടായി. 2024-25 4 കോടി രൂപ നമുക്ക് മെയിൻ്റനൻസ് ഗ്രാൻഡായിട്ട് അനുവദിച്ചു എങ്കിൽ അത് വീണ്ടും വെട്ടിക്കുറച്ച് 2 കോടിയിലേക്ക് മാറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രയാസകരമാകുന്ന രീതിയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ട്, അതുപോലെ തന്നെ ആരോഗ്യമേഖല നമുക്കറിയാം, അതിദരിദ്രരുടെ പ്രഖ്യാപനങ്ങൾ സൂചിപ്പിച്ചു. നമുക്കറിയാം ഈ ഡയാലിസിസ് രോഗികൾക്ക് 2020-21 വരെ നമ്മൾ ഫണ്ട് വെച്ചിരുന്നു. അവർക്ക് ആവശ്യമായ 9 ലക്ഷം രൂപയോളം അവരുടെ മരുന്ന്, അവർക്ക് ആവശ്യമായ ഡയാലിസിസിലെ തുക ഒക്കെ നൽകിക്കൊണ്ടുള്ള സംവിധാനം ഉണ്ടാക്കിയപ്പോൾ പിന്നീടാണ് ഈ ഗവൺമെൻറ് വന്നപ്പോൾ അങ്ങനെ നൽകാൻ പാടില്ല എന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട ഡയാലിസിസ് രോഗികൾക്ക് നൽകേണ്ട മരുന്ന് പോലും നൽകാൻ ഇന്ന് ഗ്രാമപഞ്ചായത്തുകൾക്ക് അവകാശമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് എത്തിപ്പെട്ട ഒരു ദുരനുഭവമാണ് ഇന്നുള്ളത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾക്ക് മരുന്ന് വാങ്ങി കൊടുക്കാൻ നമുക്ക് പഞ്ചായത്തിന് സാധിക്കില്ല. പഞ്ചായത്തുകൾക്ക് ഒരുപാട് അധികാരമുണ്ട് എന്നാണ് പറയുന്നതെങ്കിലും പാവപ്പെട്ട നമുക്കിടയിൽ ജീവിക്കുന്ന ക്യാൻസർ രോഗികളുണ്ട്. നമ്മുടെ ഒന്നുമില്ലാത്ത ശൂന്യമായ കൈകളുമായി നിൽക്കുന്ന ഒരുപാട് ക്യാൻസർ രോഗികൾ, ഡയാലിസിസ് രോഗികളൊക്കെ ഉണ്ട്. ആ ഡയാലിസിസ് രോഗികളെയും ക്യാൻസർ രോഗികളെയും ഒക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത പഞ്ചായത്തുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് പ്രകാരം അത്തരം ആളുകൾക്ക് ഫണ്ട് നൽകാനോ അത്തരം ആളുകൾക്ക് മരുന്ന് വാങ്ങി നൽകാനോ സാധ്യമാവാത്ത ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ നമ്മുടെ ഭരണസമിതി, ഇന്നത്തെ ഭരണകൂടം എത്തി നിൽക്കുന്നു എന്നത് ഏറ്റവും വലിയ ദുരവസ്ഥയാണ്. ബഹുമാനപ്പെട്ട ADGPയോട് സൂചിപ്പിക്കേണ്ടത്, പഞ്ചായത്തുകൾക്ക് സ്വതന്ത്രമായ അധികാരം നൽകണം. തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ സാധാരണക്കാരെ സഹായിക്കാൻ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഡയാലിസിസ് രോഗികളെ, അതുപോലെ ഭിന്നശേഷിക്കാരെ, അതുപോലെ ക്യാൻസർ രോഗികളൊക്കെ സഹായിക്കാനുള്ള ഫണ്ടുകൾ, പദ്ധതികൾ സ്വയം നടപ്പാക്കാനുള്ള അവകാശം ഗ്രാമപഞ്ചായത്തുകൾക്ക് തിരിച്ചു നൽകാൻ നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവണമെന്നാണ് ഇത്തരത്തിലുള്ള സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ 16 കോടിയോളം രൂപ തൊഴിലുറപ്പ്, 18 കോടി 55 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഈ 2020 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ നടന്നു. ഒരുപാട് ആധുനിക പദ്ധതികൾ കുടിവെള്ള മേഖലയിൽ, ജലസേചന മേഖലയിൽ, അതോടൊപ്പമുള്ള പാവപ്പെട്ട ആളുകൾക്കുള്ള കക്കൂസ് അടക്കമുള്ള വിവിധ മേഖലയിലേക്ക് ഈ ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിലെ 2000-ഓളം വരുന്ന രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് ഗ്രാമീണ തൊഴിൽ പദ്ധതി പ്രകാരം ഫണ്ടുകൾ നൽകാനും അവർക്ക് ജോലികൾ നൽകാനും ഒക്കെ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ആ 100 കണക്കിന് തൊഴിലാളികൾക്ക് ഗുണകരമായ രീതിയിലേക്ക് തൊഴിലുറപ്പ് പദ്ധതിയെ പരിവർത്തിച്ച് കൊണ്ടുപോകാൻ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടുകൾ അത് സമയബന്ധിതമായി ലഭ്യമാകാത്ത സാഹചര്യമുണ്ട്. എങ്കിലും ആ ഫണ്ടുകൾ വരുന്ന മുറക്ക് നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധ്യമായി. ഗതാഗത മേഖലയിലും മറ്റു മേഖലയിലുമൊക്കെ ആ ഫണ്ടുകൾ വിനിയോഗിക്കാൻ നമുക്ക് സാധ്യമായി എന്നത് ഏറ്റവും വലിയ നേട്ടമാണ്. അതോടെ തന്നെ തുല്യത പരീക്ഷ +2 SSLC മേഖലയിൽ പരീക്ഷ എഴുതാൻ വേണ്ടി 355 ആളുകൾ, അതിൽ 175 പേരെ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാനും 150 ആളുകളെ +2-ലെ പരീക്ഷ എഴുതാനും യോഗ്യമാക്കി എന്നത്
അതിന് സാമ്പത്തിക സഹായം നൽകി അവരെ ആ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് സാധ്യമായി എന്നത് വളരെ അഭിമാനകരമായ നേട്ടമാണ്. അതുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ നിഷ്ഠൂലമായ പ്രവർത്തനങ്ങൾ ഒരു കാര്യമാണ് പറയാറുണ്ട്. ഈ ഗ്രാമപഞ്ചായത്തിൽ 22 വാർഡിൽ 19 വാർഡുകളും ഐക്യജനാധിപത്യ മുന്നണി ആണെങ്കിലും കേവലം 3 അംഗങ്ങൾ മാത്രമാണ് LDFിൻ്റെ ഭാഗത്തുനിന്നുള്ളൂ എങ്കിലും അവരെയും ചേർത്ത് പിടിച്ച് അവഗണിക്കാതെ അവർക്കും അവകാശപ്പെട്ടത് നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോയത് എന്നത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ ഭരണസമിതി എന്നും എക്കാലവും ജനഹിതമനുസരിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പുതിയ നമ്മുടെ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ നാമധേയത്തിൽ ഉയർത്തിയ മനോഹരമായ ഗേറ്റും ഇനി വരുന്ന ഈ പഞ്ചായത്ത് ഓഫീസിനെ മനോഹരമാക്കിയ ACP വർക്കുകളും അതോടൊപ്പം ഇനി വരുന്ന അനക്സ് ബിൽഡിങ്ങുമൊക്കെ ഈ വികസന പ്രവർത്തനത്തിൻ്റെ പുതിയ മേഖലയിലേക്ക് ഈ പഞ്ചായത്തിനെ കൈപ്പിടിച്ച് ഉയർത്തും എന്ന ആത്മവിശ്വാസത്തോടു കൂടി പ്രിയപ്പെട്ട അബ്ബാസിനെയും ഇതിൻ്റെ സഹപ്രവർത്തകരെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഇനിയും വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട നിതീഷ് ഒരു ആശങ്ക പഠിപ്പിച്ചു മാറി വരുന്നു. ഈ ഭരണസമിതി പഞ്ചായത്ത് ഉള്ള കാലം ഐക്യജനാധിപത്യ മുന്നണി തന്നെയാണ് ഭരിച്ചത്. അതുകൊണ്ട് ഒട്ടും സംശയിക്കേണ്ട, വരാനിരുന്ന കാലങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണി തന്നെ ഇവിടെ തേരോട്ടം നടത്തുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ നന്മകളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നീ ജയ് ഹിന്ദ്.